ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ 13ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ GLP സ്കൂൾ തൃക്കണ്ടിയൂരിൽ നടന്നു. പ്രസിഡന്റ് AP സുരേഷിന്റെ അധ്യക്ഷതയിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ മുഖ്യാതിഥിയായിരുന്നു. കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു നിർവഹിച്ചു. ഈ വർഷം IAS ലഭിച്ച തിരൂർ സ്വദേശിയായ ഡോക്ടർ തസ്ലീമിനെ MLA മൊമന്റോ നൽകി ആദരിച്ചു. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പുറത്തിറക്കിയ തണൽ സപ്ലിമെന്റിന്റെ പ്രകാശനം തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, KK അബ്ദുസലാം മാസ്റ്റർ, തിരൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, NM സാദര ടീച്ചർ, സിന്ധു മംഗലശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി KP നസീം വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK അബ്ദുറസാഖ് ഹാജി സ്വാഗതവും AP രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. EV കുത്തുബുദ്ദീൻ, V ഷമീർ ബാബു, VP ശശികുമാർ, VP ഗോപാലൻ, പാറയിൽ മാനുപ്പ, പാറയിൽ ബാവ, A മാധവൻ മാസ്റ്റർ, KK മുഹമ്മദ് ഹസൻ മാസ്റ്റർ, KM അഷ്റഫ് മാസ്റ്റർ, മനോജ് കൈലിശ്ശേരി, ബാസി തിരൂർ, സതി ദേവി കുളങ്ങര, K കരുണ, M മമ്മിക്കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എത്തിച്ചേർന്നില്ല. നമ്മുടെ തിരൂരിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ഫിറോസ്ക നമ്മുടെ ഈ പരിപാടി കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഫിറോസ്കയെ നെറ്റ്വർക്ക് വേണ്ടി എൻ്റെ സ്വന്തം പേരിൽ ഈ പരിപാടിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ മുഹമ്മദ് അലി സാഹിബിന്റെ മരുമകൾ കൂടിയായിട്ടുള്ള ഡോക്ടർ തസ്ലീം M അവരാണ് നമ്മളെ ആദരിക്കുന്നത്. അവരെ ഞാൻ ഈ നെറ്റ്വർക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നസീബ് മാഷ് ക്ഷണിക്കുകയാണ്. ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് എൻ്റെ കർത്തവ്യമായതുകൊണ്ട് ഞാനിവിടെ വായിക്കുകയാണ്. കഴിഞ്ഞ വർഷം 13/5/2023 തീയതി നമ്മുടെ 12ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് ശേഷമുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പ്രവർത്തന കാലയളവിൽ 14 എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും നമുക്കറിയാം. ജനങ്ങൾ ഒന്നിച്ചുകൂടാൻ പറ്റുന്ന ഒരു വലിയ തലമുറ പല മേഖലയിലായി മതമുണ്ട്, ജാതിയുണ്ട്, ജാതിയിൽ തന്നെ ഉപജാതിയുണ്ട്, രാഷ്ട്രീയമുണ്ട്, മറ്റതുണ്ട്. അതിന്റെ ഭാഗമായി കൊലപാതകങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ബോംബ് നിർമ്മാണമുണ്ട്, പ്രയോഗമുണ്ട്, ഇപ്പൊ വിൽപ്പനയുണ്ട് എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒരു സ്നേഹമസൃണമായ ഒരു ജീവിതം നയിക്കാൻ ഈ കൂട്ടായ്മക്ക് നിങ്ങൾക്കിടയിൽ സൗഹാർദ്ദപൂർണ്ണമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിവിടെ കലാപരിപാടികളുണ്ട്. ഫിറോസ് ബാബുവിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കലാപരിപാടികൾ നടക്കാനിരിക്കുന്നുണ്ട്, കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ ഇനി നീട്ടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരു വലിയ അതിഥിയായി നമ്മുടെ നാട്ടുകാരി തന്നെയായിട്ടുള്ള ഡോക്ടർ തസ്ലീം തസ്ലീം ഡോക്ടർ ഇവിടെ ഉണ്ട്. അവർക്ക് IAS കിട്ടി എന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അവരെ ആദരിക്കാൻ കൂടിയാണ് നമ്മൾ ഒരു നല്ല മാതൃക യോഗ്യയായ ഒരു ഉദ്യോഗസ്ഥയായി ഭരണതലത്തിൽ മികവാർന്ന രീതിയിൽ ഇടപെടാൻ അവർക്ക് നമ്മുടെ ശ്രദ്ധാവ് അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് ഇത് ഇനി മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ജാതി മതവും മറ്റു യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയും നല്ല നല്ല കാര്യങ്ങൾ നേരത്തെ നിങ്ങളുടെ ഒരു സഹോദരി സുഹൃത്തിന് അസുഖം ഉണ്ടായിട്ട് ചികിത്സിച്ചത് വരെ പറഞ്ഞു. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തിനാ ജനങ്ങൾ ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് എല്ലാം നമ്മുടെ നാട്ടിലെ മുഴുവനും റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടാവണമെന്ന് നിങ്ങളുടെ മാതൃകാ പ്രവർത്തനം. ഔപചാരികമായി കുട്ടികൾ പാട്ടും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഇവിടെ അവതരിപ്പിച്ചവർക്കും ഇനി അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവർക്കും എല്ലാവർക്കും സർവ്വഭാവുകങ്ങളും നേരുകയാണ്. കല, അത് നൃത്തമായാലും പാട്ടായാലും ചിത്രകലയായാലും ശില്പകലയായാലും നമ്മൾക്കറിയുന്ന എന്ത് കല പ്രകടിപ്പിക്കുകയായാലും അതൊരു ദൈവികമായ കഴിവാണ് എന്നൊരു തലമുറ പണ്ട് തിരിച്ചറിഞ്ഞതാണ്. ഇനിയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഏത് ഡിഗ്രിയും അത്
ഡിസ്റ്റൻ്റായി എടുത്താൽ പോലും ഈ പരീക്ഷ എഴുതാം. ഡിഗ്രി കഴിയുന്നതോടുകൂടി നമ്മൾ ഈ എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആണ്. 21 വയസ്സ് മുതലാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. ഞാൻ കോച്ചിങ് ചെയ്തത് ട്രിവാൻഡ്രത്തായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഞാൻ ഒരു ഇയർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹോമിയോ കോളേജ്, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷം ജോലി ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്ത് പോയി കോച്ചിങ് ചെയ്തു. കോച്ചിങ് ഈ പരീക്ഷയ്ക്ക് നമുക്ക് നിർബന്ധമാണോ ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ചിലവർക്ക് ഹ്യൂമാനിറ്റീസ്, അതായത് സോഷ്യൽ സയൻസ്, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങൾ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ തനിയെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ തനിയെ പഠിച്ചു ഈ പരീക്ഷ എഴുതാം. ഞാൻ അവിടെ കോച്ചിങ് ചെയ്തു ഒരു കൊല്ലം, തിരിച്ചു നാട്ടിലോട്ട് വന്നു. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത്. തീർച്ചയായിട്ടും നെറ്റുകളുടെ പ്രവർത്തനങ്ങളെ തന്നെ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നത് ഇനമായിട്ടാണ് മാറിയിട്ടുള്ളത്. എൻ്റെ കൂടുതലായിട്ട് സംസാരിക്കുക നെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ടച്ച് ചെയ്തുള്ള പ്രവർത്തനം നടത്തുന്ന ഏക അസോസിയേഷനാണ് നമ്മൾ നെറ്റുക. അത് ഏതൊന്നും എടുത്ത് നോക്കിയാലും അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഏറ്റവും ആരോഗ്യ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കായിക രംഗത്ത്, അങ്ങനെയാണ് ഓരോ സംഘടനകളെ നോക്കുമ്പോൾ നമ്മൾ നെറ്റുകളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ട് ഈ നെറ്റുകളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഏത് രീതിയിലുള്ള സഹായം എത്തിക്കണം, ആ രീതിയിൽ സഹായം എത്തിക്കുന്നതിലാണ് ഇതുവരെ തൃക്കണ്ടിയൂരിനെ സംബന്ധിച്ച് വിശേഷിച്ച് നമ്മുടെ ഈ നെറ്റുവ അസോസിയേഷൻ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ സംബന്ധിച്ച് എല്ലാ ആളുകളും ഏറെ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ജാതി, മത, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് പോരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവർ പറഞ്ഞ മാതിരി തന്നെ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമ്മളുടെ നാട്ടിൽ പൊതുവെ ഈ ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോഴും ഈ ഒരു മെഡിക്കൽ ഫീൽഡിലെ കോച്ചിങ്ങിനെക്കാട്ടി അധികം വേറെ എവിടെയും കോച്ചിങ് സെൻ്ററുകളും ആരും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പങ്കുവയ്ക്കാനുള്ള ഒരു നല്ല വേദിയാണ് നമ്മുടെ നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ. ഇത്തരം അസോസിയേഷനുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. തിരയടങ്ങാത്ത ഒരു സ്നേഹസാഗരമായി ഇനിയും ഒരുപാട് കാലം പ്രതാപത്തോടു കൂടി നിലനിൽക്കാൻ നെറ്റ്വ അസോസിയേഷൻ അതിലെ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടെ വേദി പങ്കിട്ട നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥിയായ ഡോക്ടർ തസ്ലീം സാന്നിധ്യമായ നമ്മുടെ അഡ്വക്കേറ്റ് ഗിരീഷ് പ്രതിപക്ഷ കൗൺസിലർ, അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.